ഗവർണർ സർക്കാർ പോര് സകല അതിരുകളും ലംഘിച്ചെന്ന് വ്യക്തമാക്കി ഗവർണറുടെ റിപ്പബ്ലിക് ദിന വിരുന്ന് ബഹിഷ്കരിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും. രാജ്ഭവനിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഉദ്യോഗസ്ഥർ മാത്രമാണ് പങ്കെടുത്തത്. സെൻട്രൽ സ്റ്റേഡിയത്തിലെ റിപ്പബ്ലിക് ദിന പരിപാടിയിലെ ഗവർണറുടെ നിസ്സഹകരണത്തിന് പിന്നാലെ CPM വിമർശനം കടുപ്പിച്ചിരുന്നു. നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ നിലവിട്ടു പെരുമാറിയെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം. സംസ്ഥാനത്തിന്റെ തലവനായ ഗവർണറും സർക്കാരും തമ്മിൽ എത്രമാത്രം അകൽച്ചയിലാണെന്ന് ഈ ദൃശ്യങ്ങൾ അടിവരയിടുന്നു. റിപ്പബ്ലിക് ദിന പരിപാടിയിൽ അടുത്തിരുന്നിട്ടും ഗവർണറും മുഖ്യമന്ത്രിയും സംസാരിച്ചില്ല, മുഖം കൊടുത്തില്ല. ചടങ്ങ് കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ ഗവർണർ മുഖ്യമന്ത്രിക്ക് നേരെ കൈകൂപ്പിയെങ്കിലും വിദ്യാഭ്യാസ മന്ത്രിയുമായി സംസാരിച്ചിരുന്ന മുഖ്യമന്ത്രി ശ്രദ്ധിച്ചതേയില്ല. ഇക്കാര്യം സദസ്സിലുണ്ടായിരുന്ന ബിനോയ് വിശ്വത്തോട് ഗവർണർ സൂചിപ്പിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തം. ഇതിനെല്ലാം അപ്പുറം പ്രസംഗത്തിൽ ഗവർണർ രാഷ്ട്രീയ വിമർശനങ്ങൾ തൊടുത്തിരുന്നു. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ബാഹ്യ ഇടപെടലുകൾ അക്കാദമിക മേഖലയെ മലിനമാക്കുന്നെന്ന് സർക്കാരിനെ നേരിട്ട് വിമർശിച്ചു. The future depends on what we are in our thoughts and actions. For this, we need institutions of higher education which are truly autonomous and free from any outside interference. ഇതോടെ നയപ്രഖ്യാപന വിവാദത്തിൽ ഗവർണറുമായി പരസ്യ ഏറ്റുമുട്ടൽ വേണ്ടെന്ന് തീരുമാനിച്ച സർക്കാരും മുന്നണിയും നിലപാട് മാറ്റി. നയപ്രഖ്യാപന പ്രസംഗം അവസാന ഭാഗം മാത്രം വായിച്ചുവിടാൻ ഗവർണർക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ലായിരുന്നുവെന്നും പദവിക്ക് ചേരാത്ത പെരുമാറ്റമാണ് ഗവർണർ നടത്തിയതെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഗവർണർ പദവിയുടെ അന്തസ്സിന് യോജിക്കാത്ത രീതിയായിരുന്നു അത് എന്നും കേരളത്തിലെ മാത്രമല്ല ഈ കാര്യം മനസ്സിലാക്കുന്ന എല്ലാവർക്കും പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. അപ്പോൾ നിലവിട്ട പെരുമാറ്റമാണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത്. ഒരനുനയ നീക്കത്തിനുമില്ലെന്ന് ഉറപ്പിച്ചാണ് ഗവർണറുടെ റിപ്പബ്ലിക് ദിന വിരുന്നിൽ നിന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിട്ടുനിന്നത്. ഉദ്യോഗസ്ഥരെ മാത്രം പങ്കെടുപ്പിച്ച് സർക്കാർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് പരസ്യമായി തന്നെ മറുപടി പറയുകയാണ്. 24 തിരുവനന്തപുരം.